മനസ്സിനാണ് വേണ്ടുന്നത്. പിന്നെ ആരോഗ്യമില്ലാത്തവരും യോഗ ചെയ്യാൻ യോഗ്യരല്ലാത്തവരുമായ ഒരുപാട് ആൾക്കാരുണ്ട്. യോഗ എപ്പോഴും നല്ലതാണ്. യോഗ ഒരിക്കലും മന്നലല്ല. എല്ലാരും യോഗ ചെയ്യുക. ആ യോഗ ചെയ്യുന്നതിന് പകരം ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം. ഹിന്ദുക്കളാണെങ്കിൽ ഒരു നമസ്കാരമുണ്ട്, മുസ്ലിമിനാണെങ്കിൽ ഒരു നിസ്കാരമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ആ നിസ്കാരം നേരാമണങ്ങ് ചെയ്യാമെങ്കിൽ അതേ കൂടിയ വലിയ യോഗ വേറെ ഇല്ല. അതിന്റെ അപ്പുറത്ത് യോഗയില്ല. ഇയാൾ യോഗ ചെയ്യാൻ നടക്കും. അതെങ്ങനെ യോഗ ചെയ്യേണ്ടതെന്ന് എത്ര പേർക്ക് അറിയാം? പറ. നിസ്കരിക്കാൻ എത്ര പേർക്ക് ഇതിനകത്തിരിക്കുന്നവർക്കറിയാം? എങ്ങനെ വേണം കാലിരിക്കാൻ? ഏത് കാലയിലാണ് ഇടതുവശത്തെ ചന്തി ഇരിക്കേണ്ടുന്നത്? ഇരിക്കുമ്പോൾ ഈ ചന്തി പൊങ്ങാതെ തറയിൽ നെറ്റി മുട്ടിക്കാൻ പറ്റിയ എത്ര പേര് ഇതിനകത്തിരിപ്പുണ്ട്? പറയാനൊക്കെ അങ്ങ് എളുപ്പാ. ഇത് പറയാ ഇച്ചിരി പാടാ. ഇച്ചിരി പാടാ ഇത് പഠിക്കാൻ. 33 നിങ്ങളുടെ സുഷുമ്നാ നാഡി മൊത്തം നേരെയാവും. 5 നേരം നിസ്കരിക്കാമെങ്കിൽ ആ നിസ്കരിക്കുന്ന സമയത്ത് സുഷുമ്നാ നാഡിയാണ് നേരെയാവണേ. 2, ഈ സമയം നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മനസ്സുണ്ടാവില്ല. ഒരു മനുഷ്യൻ 5 നേരം മരിക്കുകയാണ് ചെയ്യുന്നത്. 5 നിസ്കാരം. അതിലെ ഏറ്റവും ടോപ്പ് നിസ്കാരം നോമ്പ് സമയത്തെ നിസ്കാരം. എന്റെ ശരീരത്തൊരു അമ്പെയ്ത് കൊണ്ട് കയറിയാൽ അത് ഊരാൻ പറ്റിയ സമയം നീ എന്റെ നിസ്കാര സമയത്ത് ഊരിക്കോളാൻ പറഞ്ഞാൽ അർത്ഥം ആ സമയത്ത് എന്റെ ശരീരത്തില് മനസ്സില്ല, ഞാൻ അവനുമായിട്ട് ലയിച്ചു കഴിഞ്ഞു. പല മനസ്സിലായോ? അങ്ങനെ മനസ്സുകൊണ്ട് ഒരു നിസ്കാരം എടുത്ത് ഈ ഒരു തറയിൽ തലയൂടെ മുട്ടിച്ചാൽ മാറാത്ത ഒരു നരമ്പ് രോഗവും ഇല്ല. ഒരൊറ്റ ഒരാൾക്കും മുട്ടുവേദന വരില്ല. ഇപ്പൊ ഞാൻ വിളിക്കുന്ന ഒരു പുള്ളിക്കാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നടുവേദനയായിട്ടിരുന്നൊരു പുള്ളി. ഇത് പോയാ ഒരു നടുവേദനക്കാരൻ ഇവിടെ ഇരിപ്പേണ്ടിരിക്കുന്നത്. ഇത് തരുന്നുണ്ട്. ആ പുള്ളിക്കാരൻ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ശിശുവിനെ പിടിച്ചിരുന്നത്. ഭയങ്കരാണ്. നിസ്കരിക്കാൻ പഠിക്കാമെങ്കിലോ ഒരുമാതിരിപ്പെട്ട ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ എത്ര പേർക്ക് ഓതാനറിയാം? എത്ര പേർക്ക് നിസ്കരിക്കാനറിയാം? ഒരു വലിയ രസമാണ്. നിങ്ങൾ ഞാൻ പഠിക്കാൻ ഇറങ്ങിയപ്പോഴല്ലോ ഞാൻ കുറച്ചത് പഠിക്കുന്നുണ്ട്. പഠിക്കാൻ ഇറങ്ങിയപ്പോഴാണ് കഥ മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ആരും ഒന്നും പഠിക്കണില്ല. നമ്മളൊക്കെ എന്തൊക്കെ വായിക്കുന്നു അർത്ഥം മനസ്സിലാവാതാണ് നിങ്ങൾ ഖുർആൻ പഠിക്കണേ. അർത്ഥം ആർക്കും മനസ്സിലാവണില്ല. അർത്ഥം പഠിച്ചത് എടുത്തു നോക്കിയേ. ഇസ്ലാമിന്റെ അർത്ഥം മുഖത്ത് കാണാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനം. സമാധാനം ഇല്ലാത്തവൻ ഇസ്ലാമല്ല. അല്ല, മുഖത്ത് നോക്കിയാൽ കാണാം അവൻ മുസ്ലിം ആണോ ഇല്ലയോ. അത്രയും കൃത്യമാണ്. അതൊക്കെ പഠിക്കണം. ഇച്ചിരി ഒന്ന് പോയി പഠിക്കണം. അപ്പം യോഗയിൽ ഏറ്റവും വലിയ യോഗ ഏതാണ്? ഏറ്റവും വലിയ യോഗ? മാനസികമായ യോഗയും രണ്ടാമത് അവനവന്റെ മതാചാര പ്രകാരമുള്ള യോഗ. അവനവന്റെ മതാചാര പ്രകാരമുള്ള യോഗയുണ്ട്. ആ യോഗയാണ് ആദ്യം. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത യോഗ. ഇത് രണ്ടും പഠിക്കാമെങ്കിൽ മറ്റേ യോഗ ഓട്ടോമാറ്റിക്കാണ്. ക്ലിയർ ആയോ?